ഹായ്, എല്ലാവർക്കും റാമയുടെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. വചനത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാം. അങ്ങനെ നമ്മൾ ശ്രവിക്കുന്ന ഓരോ വചനത്തെയാണ് റാമാവചനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇന്ന് എന്താണ് നമ്മളുടെ അടുത്ത് പൊതുവായിട്ട് ദൈവം സംസാരിക്കുന്നത്, ആ റാമാവചനത്തെ നമുക്ക് കണ്ടെത്താം. നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. നമ്മൾ മാതാവിനോട് മധ്യസ്ഥം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലുമ്പോൾ നമ്മൾ ഏറ്റുചൊല്ലാൻ ഞങ്ങളെല്ലാവരും ശ്രമിക്കണം. കാരണം എങ്കിലേ നമ്മുടെ ഇടയിൽ യേശു വന്നെന്നറിയുള്ളൂ. അല്ലെ, യേശുവിൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യത്തിൽ യേശു ഉണ്ട്. അപ്പോൾ നമ്മുടെ മധ്യത്തിൽ യേശു ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നന്മ നിറഞ്ഞ പറയുമ്പോൾ പ്രാർത്ഥന എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണ്, അത് ഏറ്റുചൊല്ലണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളിലേക്ക് വചനമായി ഒഴുകി വരണമേ. നമുക്ക് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകൾ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ നമുക്ക് വചനം കണ്ടെത്താം. നമ്മൾ വചനം കണ്ടെത്തുന്നത് ഈ ബൈബിളിൽ നിന്നാണ്. ഇതൊരു ഇംഗ്ലീഷ് വേർഷനിലുള്ള ബൈബിളാണ്, പോക്കറ്റ് എഡിഷനാണ്. ഇതിൽ പുതിയ നിയമം മുഴുവനും ഉണ്ട്, സങ്കീർത്തനങ്ങളുണ്ട്, സുഭാഷിതങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ വചനം കണ്ടെത്തുന്നത്. കണ്ടെത്തിയ വചനം നമ്മൾ മലയാളത്തിലാണ് വായിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മൊബൈലിൽ POCയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമുക്ക് വചനം കണ്ടെത്താം. നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയവയലുകൾ ഒരുക്കട്ടെ. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ വചനം എന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ 2 കൊരിന്തോസ് 11:32. ഓക്കെ, 2 കൊരിന്തോസ് 11:32. എല്ലാവരും ഇതുപോലെ വചനം എടുത്ത് യേശുവിനോട് ഐക്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമം നടത്തണം. ഓക്കെ, 2 കൊരിന്തോസ് 11:32. ദമാസ്കസിൽ വെച്ച് എന്നെ പിടികൂടുന്നതിന് വേണ്ടി അരസ്തസ് രാജാവിന്റെ ദേശാധിപതി ദമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തി. എന്നാൽ മതിലിലുള്ള ഒരു കിളിവാതിലൂടെ കൊട്ടയിൽ ഞാൻ താഴേക്ക് ഇറക്കപ്പെട്ടു. അങ്ങനെ അവന്റെ കൈകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. നമുക്ക് ദൈവം നിശ്ചയിച്ച് തന്നിട്ടുള്ള നിശ്ചയിച്ച് തരാന്ന് പറഞ്ഞാൽ നമ്മളോട് ഭാരമേൽപ്പിക്കപ്പെട്ട നമ്മുടെ സുവിശേഷ വേല തീരാതെ നമ്മളെ ഭൂമിയിൽ നിന്ന് അകറ്റാൻ, ഈ ഭൗതിക ശരീരത്തിൽ നിന്ന് അകറ്റാൻ ഒരാൾക്കും കഴിയില്ല. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്, യേശുവിനേറ്റ് പറയാൻ എന്നുള്ള ആ വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് ഒന്നും തടസ്സമല്ല, എങ്ങനെ നമ്മളതിന് തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാകണം, അല്ലേ? അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ഓരോ ശ്രമവും. നമ്മൾ വചനം കേൾക്കുന്ന നമ്മുടെ വ്യക്തിപരമായ കുറേ കാര്യങ്ങളുണ്ട്, ഭൗതികമായ കുറേ ആവശ്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപായമായിട്ട് നമ്മൾ വചനത്തെ കരുതരുത്. നമുക്ക് അറിഞ്ഞ സത്യത്തെ നമ്മൾ മറ്റുള്ളവരോട് പ്രഘോഷിക്കാൻ നമ്മൾ തയ്യാറാവണം. എങ്കിലേ നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ പൂർണ്ണതയിലെത്തുള്ളൂ. അപ്പോൾ അതുവരെ ദൈവം നമ്മളെ കാത്തുകൊള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കാം. ആമേൻ.